Hello friends, നമ്മൾ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ ഡൈ ഹാർഡ് ഫാൻസ് ആണല്ലേ. എവിടെയെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിലാണ്. അങ്കമാലിൽ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് കേട്ട് വന്നതാണ്. ഈ സംഭവം ഭയങ്കര വലിയ ബിൽഡപ്പിനൊന്നും കാര്യമില്ല. സംഭവം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഡിഷസ് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോംബോ വളരെ വെറൈറ്റിയാണ്. ഉള്ളിവടയും മുട്ടക്കറിയാണ് ഈ ഒരു വെറൈറ്റി. അപ്പോൾ അങ്കമാലിയിലെ മാർക്കറ്റിനകത്ത് വടക്കൻസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുഞ്ഞു ഹോട്ടലിനകത്താണ് ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത്. ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഫുഡെന്നാണ് കേട്ടേക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുത്തെ ഉള്ളിവടയും മുട്ടക്കറി. ഇതാണ് ഹോട്ടൽ വടക്കൻസ്. ഈ ചേച്ചിയാണ് ഹോട്ടല്. ചേച്ചിക്ക് ക്യാമറ വലിയ ഒരു സാറ്റിസ്ഫൈഡ് അല്ല, ക്യാമറ വിത്ത് ഒരു ഫ്രണ്ട്ലി അല്ല, അതുകൊണ്ടാണ് ചേച്ചി മാറിയത്. അപ്പോൾ ചേട്ടന് ഇവിടുത്തെ ആളാണ്. നമുക്ക് ചേട്ടനോടൊന്ന് പറയാം. ഉള്ളിവിടെ വെറൈറ്റി ഉള്ളിവിടെ മുട്ടക്കറി എന്നാൽ ഒരു ഉള്ളിവിടെ മുട്ടക്കറി. നമ്മുടെ ഹോട്ടൽ വടക്കൻസ് ഇരിക്കുന്ന അങ്കമാലി മാർക്കറ്റിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനുള്ളിലെ ജീവനക്കാരും വണ്ടിക്കാരുമായിട്ടുള്ള ധാരാളം ആൾക്കാർ കയറി ഇറങ്ങി പോകുന്നുണ്ട്. നല്ല ശബ്ദമുണ്ട് ഹോട്ടലിൽ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നോയ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒരു വലിയ ഹെവി ആംബിയൻസ് ഒന്നും ഇവിടെ ഇല്ല. ഒരു സാധാരണ ഒരു നാടൻ ഹോട്ടലിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മളതൊന്നും ഓർക്കണം. ധാരാളം ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോട്ടലാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം പാഴ്സൽസ് ഒക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങുന്ന ഈ ഒരു ഹോട്ടൽ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ഇവിടുത്തെ എല്ലാ ഐറ്റംസും തീരും. ഇതാണ് സംഗതി. സംഭവം കണ്ടല്ലോ, ഇത് ഉള്ളിവട മുട്ടക്കറി. അപ്പം ഉള്ളിവടയും മുട്ടക്കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഹോട്ടൽ വടക്കൻസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഉള്ളിവട ഇങ്ങനെ കുറച്ച് മുറിച്ച് മുട്ടക്കറിയിൽ അങ്ങോട്ട് മുക്കി കൊള്ളാം. നൈസ് കോമ്പിനേഷനാണ്. നമ്മൾ ഈ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിക്കുന്ന പോലെ ഉള്ളിവടയും മുട്ടക്കറിയും അങ്ങനൊരു വെറൈറ്റിയാണ്. ഉള്ളിവടയ്ക്കകത്ത് ഉള്ളി കുറവാണെന്ന് തോന്നുന്നല്ലേ. സവോള എന്തായാലും നൈസാണ്. അപ്പോൾ 1961 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കടയാണത്, അങ്കമാലി മാർക്കറ്റിനകത്ത്. അതായത് 50 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു കട ഇവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ദിവസവും വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, അതുകൂടാതെ പുട്ടുണ്ട്, അപ്പമുണ്ട്, പിന്നെ സ്നാക്സ് ആയിട്ട് ഉള്ളിവട, ബോണ്ട, പത്തിരി ഇങ്ങനെയുള്ള ഐറ്റംസാണ്. പക്ഷേ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉള്ളിവടയും ഈ മുട്ടക്കറിയാണ്. ഒരു ഉള്ളിവടയ്ക്ക് 8 രൂപയും മുട്ടക്കറിക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഹോട്ടൽ വടക്കൻസിലെ ഉള്ളിവട മുട്ടക്കറിയൊക്കെ കഴിച്ചു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. ഒരു ഹെവി സംഭവമൊന്നുമില്ല. ഈ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ തേടി നടക്കുന്ന ആൾക്കാർക്ക് ഈ അങ്കമാലി വഴിക്കൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് ഒന്ന് കയറി കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് വടക്കൻസിലെ മുട്ടക്കറിയും ഉള്ളിവടയും. അറിയാനൊന്നുമില്ല, ഈ അങ്കമാലി നമ്മുടെ മാർക്കറ്റുണ്ടല്ലോ, മാർക്കറ്റിനകത്ത് തന്നെയാണ് ഈ ഹോട്ടൽ വടക്കൻസ്. അവിടെ ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞുതരും ഹോട്ടൽ വടക്കൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാരുണ്ടാകും കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇതേപോലുള്ള വെറൈറ്റി ഫുഡും യാത്രാ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലുണ്ടാകും കൂടെ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.